ഹായ്, എല്ലാവർക്കും നാക്കാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. താറാവ് റോസ്റ്റ് വയ്ക്കാൻ നാടൻ താറാവാണ് കേട്ടോ. 1 കിലോ താറാവ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ താറാവ് അല്ലേ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു തക്കാളി നീളത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു നാളികേരം മുറിയുടെ നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് കൊത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സബോള നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ മേലെ ഉണ്ടാവും ഉള്ളി, ചുവന്നുള്ളി നന്നാക്കി നടുകീറി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്: 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. താറാവായ കാരണം വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനതൊരു കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇറച്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ താറാവിനൊരു മണമുണ്ടാവും. അപ്പോൾ അത് 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ ടു ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കല്ലുപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. താറാവ് വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്ക് കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ട് 3 വിസിലാണ് വേണ്ട കേട്ടോ. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 3 വിസിലടിക്കാം. 3 വിസിലടിച്ചിട്ട് നമുക്ക് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മൾ താറാവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ശരിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതേ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നാളികേര കൊത്താണ്. നാളികേര കൊത്ത് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് 2 തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താറാവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തത്. പിന്നെ ഉപ്പ് പിന്നീട് നമുക്ക് നോക്കാം കേട്ടോ. ചെറുതായിട്ട് വാടിയിട്ട് അതിലേക്ക് ഇതേ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോളയും ഉള്ളിലേക്ക് വാടി തുടങ്ങി. നമുക്ക് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ സബോളയും ഉള്ളി അതുപോലെ നാളികേരക്കൊത്ത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം അത് ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ പൊടികളുടെ പച്ചമണം മാറി നല്ല പോലെ മൂത്ത് വരുന്നതായിരിക്കും നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച താറാവ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് മുളകായിട്ട് നമ്മുടെ മസാലയായിട്ട് ഒന്ന് കൂട്ടി പറ്റാട്ട. അപ്പോൾ തക്കാളി ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല. ഞാൻ തക്കാളി ഇപ്പോൾ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. താറാവ് റോസ്റ്റ് എന്തായി എന്നൊക്കെ നോക്കാം നമുക്ക്. നല്ല കുഴമ്പ് പരുവത്തിനായി തക്കാളിക്ക് നന്നായി വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.